മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ 27% മുസ്ലിം സമൂഹം, 18% ക്രിസ്ത്യൻ സമൂഹം, 55% ഹിന്ദു സമൂഹം. ഇതിൽ 12 മുതൽ 14% വരെ നായർ സമൂഹമാണ്, 22 മുതൽ 24% വരെ ഈഴവ സമൂഹമാണ്, 1 മുതൽ 3% വരെ ബ്രാഹ്മണ സമൂഹമാണ്. ബാക്കി OBC, ബാക്കി വിഭാഗങ്ങളെല്ലാം കൂടെ OBC അടക്കം എടുത്താൽ 10-15% കണക്ക്. ഇതിൽ BJPക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. BJPയുടെ കോർ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് BJPക്ക് വളരാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ മതസൗഹാർദ്ദ ലൈൻ എടുക്കാതെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, പാടില്ല. ചുമ്മാ അതിരാവിലെ തുപ്പൽ ജിഹാദെന്നും ലാൻഡ് ജിഹാദെന്നും എന്ന് പറഞ്ഞിറങ്ങിയ നാട്ടുകാർ വിശ്വസിക്കില്ല. അതൊന്നും എന്താ പറയുക, നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് നരേന്ദ്രമോദിജി എടുക്കുന്നത് പോലെയുള്ള ഒരു മതസൗഹാർദ്ദ ഇൻക്ലൂസീവ് ലൈൻ എടുത്ത് പഴയ ശ്രീധരൻപിള്ള സാറിൻ്റെ ലൈനോ കുമ്മനം ചേട്ടൻ്റെ സാത്വികതയോ ഒക്കെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഊർജ്ജമോ സന്ദീപ് വചസ്സേരിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളോ ഒക്കെ ഇതിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവന്നാലേ പോകാൻ കഴിയും. അപ്പോൾ അത് BJPക്ക് തൽക്കാലം